ഓം ശാന്തി. പലപ്പോഴും ഒരുപാട് പേരുടെ ചോദ്യം ഞാൻ കേൾക്കാറുണ്ട്. പലരുടെയും മനസ്സിൽ പല സന്ദർഭങ്ങളിലായിട്ട് പൊന്തി വരുന്നൊരു ചോദ്യമാണ്, ഈശ്വരനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടും ദുരിതവും? അവിടെ ഒരുപക്ഷെ ഈശ്വരൻ ഇല്ലായിരിക്കാം എന്ന് കുറേ ആളുകൾ വിചാരിക്കാൻ തുടങ്ങി. ഞാനൊരു കൊച്ചു കഥ ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു മുടിവെട്ടുകാരൻ്റെ അടുത്ത് ഒരാൾ മുടിവെട്ടാൻ വേണ്ടി ചെന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ മുടിവെട്ടുന്ന കൂട്ടത്തിൽ കൂടെ കുശല പ്രശ്നങ്ങൾ സംസാരിച്ച് വിഷയം ഈശ്വരനിലെത്തിയപ്പോൾ മുടിവെട്ടുകാരനായിട്ടുള്ള ബാർബർ പറയുകയാണ്, ഞാൻ ഈശ്വരനുണ്ട് എന്ന് മാനിക്കുന്നേ ഇല്ല. മനുഷ്യന്മാർ അവനവൻ്റെ കർമ്മം ചെയ്യുന്നു, അവനവൻ്റെ മുന്നോട്ട് പോകുന്നു. അതല്ലാതെ ഈശ്വരൻ എന്നൊരാളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അന്യായം ഈ ലോകത്ത് നടക്കാൻ പാടുണ്ടോ? ഇത്രയൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും മനുഷ്യന്മാർക്ക് ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഈശ്വരൻ അത് മനുഷ്യന്മാരുടെ ഒരു മിഥ്യയാണ്, അല്ലാതെ ഈശ്വരൻ എന്ന ഒന്നില്ല എന്ന് പറയുകയാണ്. മുടി വെട്ടാൻ വന്ന ആൾ പറഞ്ഞു, അത് തെറ്റാണ്. എന്തായാലും ഈശ്വരൻ ഉണ്ടെന്നുള്ള സത്യമാണ്. എൻ്റെ അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്, ഈശ്വരനുണ്ട് എന്ന് പറയും. അപ്പോൾ ഇയാൾ രണ്ടുപേരും തമ്മിൽ നല്ല തർക്കം നടക്കും. അപ്പോൾ അവസാനം ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ വിചാരിക്കുകയാണ്, ഇവനോട് ഞാൻ തർക്കിച്ചിട്ടും പറഞ്ഞിട്ടൊരു കാര്യമില്ല, എന്തായാലും ഈശ്വരൻ തന്നെ വേണ്ടി വരും ഇവന് സത്യം മനസ്സിലാക്കി കൊടുക്കാനെന്ന്. അങ്ങനെ മുടി വെട്ടിക്കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തർക്കത്തിൻ്റെ അവസാനത്തിൽ വന്നപ്പോൾ ഈശ്വരന് അസ്തിത്വം എന്നൊന്നില്ല എന്ന് മുടിവെട്ടുകാരൻ ഉറക്കെ പറയുകയാണ്. അതെല്ലാം കേട്ടുള്ള മൗനം അവലംബിച്ചു. അങ്ങനെ മുടി വെട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ നീണ്ട മുടിയായിട്ട്, മുടിയിലൊക്കെ അവരുടെ ജട പോലെയൊക്കെ വന്ന് നീണ്ട മുടിയുമായിട്ടുള്ള 2-3 ആളുകൾ റോഡ് സൈഡിൽ നിന്നിട്ട് എന്തോ ഒരു കാര്യം സംസാരിക്കുന്നത് ഈ മുടി വെട്ടി പുറത്തിറങ്ങിയ ആൾ കാണുകയാണ്. അപ്പോൾ അയാൾ ഉറക്കെ വിളിച്ച് പറയും, ഈ ബാർബർമാർക്ക് അവർ അസ്തിത്വമില്ല, ബാർബർ എന്ന് പറയുന്നത് വെറുതെയാണ്, അസ്തിത്വം ഇല്ല, അവരങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറക്കെ വിളിച്ച് പറയുക. അപ്പം നേരത്തെ ആ വാദവിവാദത്തിൻ്റെ ബാക്കി അയാളുടെ മനസ്സിലുണ്ടല്ലോ. ഉടനെ ബാർബർ ഷോപ്പിൽ നിന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞു, ദാ നിൻ്റെ മുന്നിൽ ഞാൻ ജീവനോടെ നിൽക്കുന്നത്, ഞാനാണ് ബാർബർ, ഞാനാണ് മുടിവെട്ടുന്ന ആൾ, നീ എന്തുകൊണ്ട് പറഞ്ഞു എനിക്ക് അസ്തിത്വം ഇല്ല എന്നാണ്. അപ്പോൾ അല്ല, നിങ്ങളെന്നൊരു അസ്തിത്വം ഉണ്ടെങ്കിൽ ദാ നോക്കി എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ട തലയുമായിട്ട് ഇത്രയും ആൾക്കാർ നിൽക്കുന്നത്? നിങ്ങൾ അസ്തിത്വം ഉണ്ടെങ്കിൽ പിന്നെ അവരങ്ങനെ ഉണ്ടാവരുതല്ലോ. ഉടനെ മുടിവെട്ടുകാരൻ പറയും, അങ്ങനെ എങ്ങനെയാണ് നീ പറയുക? അവരെൻ്റെ അടുത്ത് വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ മുടി വെട്ടിക്കൊടുത്തേനെ, വൃത്തിയാക്കി കൊടുത്തേനെ. അവരൊരിക്കലും ഇങ്ങോട്ട് കയറാൻ തയ്യാറല്ല, പിന്നെ എനിക്കെങ്ങനെ അവരെ മുടി വെട്ടി കൊടുക്കാൻ പറ്റും ചോദിക്കുക. അപ്പോൾ ഇയാൾ പറയുന്നത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഈശ്വരൻ പ്രപഞ്ച ശക്തിയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. ആര് ഈശ്വരനെ സ്വന്തമായി സ്നേഹിക്കുന്നുണ്ടോ, ഈശ്വരൻ്റെ അടുത്ത് പോകുന്നുണ്ടോ, അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യത്തിലും അവരെ ഹെൽപ്പ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും അവരെ രക്ഷിക്കാനും ഈശ്വരന് സാധിക്കും. പക്ഷേ നീ ഈശ്വരനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ, ഈശ്വരനില്ല എന്ന് മാനിക്കുമ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യാൻ സാധിക്കും? നിന്നെ സഹായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിൻ്റെ അസ്തിത്വമുണ്ട് എങ്കിൽ ഈശ്വരൻ്റെ അസ്തിത്വവും ഈ ഭൂമിയിലുണ്ട്. പ്രപഞ്ചശക്തിയായിരിക്കുന്ന അഥവാ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന രചയിതാവായിരിക്കുന്ന ഭഗവാന്റെ അസ്തിത്വം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നവരുടെ പിന്നാലെ വന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്ത് സഹായിച്ച് സ്വന്തം കാര്യം നേടേണ്ട ആവശ്യം ഈശ്വരനില്ല. അതുകൊണ്ട് ആര് സ്വന്തം മനസ്സോടുകൂടി ഈശ്വരനിൽ സമർപ്പിക്കുന്നു, തൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ഈശ്വരനുമായിട്ട് ബന്ധപ്പെടുന്നു, അവരുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാകുന്ന സന്ദർഭം വന്നാലും അതൊരു ചെറിയ ദുഃഖത്തിൻ്റെ അവസ്ഥയായിക്കൊണ്ട് മാറിപ്പോയേക്കും. മരണത്തിന് പകരം അല്പം മാനം പോകുന്ന അവസ്ഥ ഉണ്ടാവുമായിരിക്കും, എങ്കിലും നിങ്ങൾക്കൊരിക്കലും മരണം നിങ്ങൾക്ക് ഏർപ്പെടുത്തില്ല. അത്രയും ഒന്നുമല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ പോലും അവിടെ നിന്നും ഭഗവാൻ നമ്മളെ കൈപിടിച്ച് ഉയരത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. പക്ഷേ ഈശ്വരനിൽ സമർപ്പണം വേണം, ഈശ്വരനുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് സച്ചേ ദിൽ പർ സാഹേബ് രാജി എന്ന് പറയും, സത്യമായ മനസ്സിൽ പ്രഭുവിനെ വിരാജിക്കാൻ അനുവദിക്കണം, എന്നാലേ പറ്റൂ. ഈ സാധനങ്ങളൊന്നും നേടണ്ട എന്ന് ഈശ്വരൻ പറയുന്നേ ഇല്ല. എല്ലാ മനുഷ്യന്മാർക്കും ഈ ഭൂമിയിൽ, ഈ ലോക നാടകത്തിൽ തൻ്റെ ഭാഗം അഭിനയിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു അവസരം തരുമ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. എന്നാൽ തൻ്റെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് സാധനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ സാധന മറന്നിട്ട്, സാധനം എന്ന് പറയുന്ന ഒരു ബാഡ് മാസ്റ്ററാണ്, ഗുഡ് സർവൻ്റാണ്. നല്ലൊരു സേവകനെ പോലെ സാധനത്തെ ഉപയോഗിച്ചോളൂ. സാധനം നിങ്ങളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സാധന നഷ്ടമാവുകയും ജീവിതത്തിലെ സന്തോഷവും സുഖവും ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് സാധനങ്ങൾ നമുക്ക് തന്നവനായിരിക്കുന്ന, സൃഷ്ടാവായിരിക്കുന്ന, സൃഷ്ടികർത്താവായിരിക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ രചയിതാവായിരിക്കുന്ന ഭഗവാനിൽ ആധാരം
ആധാരമാക്കിക്കൊണ്ട്, ആ ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട്, ഈശ്വരത്തിൻ്റെ ശക്തിയുടെ ആധാരത്തിലൂടെ മുന്നോട്ട് പോയി നോക്ക്. ഈ ലോകത്ത് നേടാൻ പറ്റാത്തതും ഒന്നില്ല, നടക്കാത്തതും ഒന്നുമില്ല. പക്ഷേ സ്വയം ആ ഈശ്വരൻ്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണോ? എത്ര വലിയ കുഴിയിൽ വീഴുകയാണെങ്കിൽ പോലും അവിടെ നിന്നും കരകയറിക്കൊണ്ട് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക തന്നെ ചെയ്യും. കർണനും അർജുനനും കൂടി യുദ്ധം ചെയ്യുമ്പോൾ കർണൻ അർജുനന് നേരെ അസ്ത്രം അയക്കാൻ നോക്കിയപ്പോൾ യുദ്ധത്തിലിടയ്ക്ക് വെച്ച് കൃഷ്ണൻ അർജുനൻ്റെ തേരിനെ ആ പോർക്കളത്തിൽ നിന്ന് ദൂരേക്ക് ഓടിച്ചു കൊണ്ടുപോവുകയാണ്. രസകരമായൊരു സന്ദർഭമാണ്. കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ ചോദിക്കുകയാണ്, മാധവ, യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയവൻ എന്ന് എന്നെ പറയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വളരെ രസകരമായിട്ടൊരു ഉത്തരമുണ്ട്. ഒളിച്ചോട്ടക്കാരനെ തേരാളിയാക്കുമ്പോൾ ഓർക്കണ്ടേ ഒളിച്ചോട്ടം നടന്നേക്കാമെന്ന്. പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയൊരു സീക്രട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ മാറി നിന്നുകൊണ്ട് യുദ്ധക്കളത്തിൽ വെച്ച് പ്രത്യേകിച്ചൊരു സിറ്റുവേഷൻ വരെയും ആ സിറ്റുവേഷനിൽ വെച്ച് സ്വയം റിയലൈസേഷൻ കൊടുത്തുകൊണ്ട് അർജുനനെ രക്ഷിക്കാനും കർണന് തൻ്റെ തെറ്റിനെ തിരുത്തി കൊടുക്കാനതായിട്ടൊരു സന്ദർഭം ഉണ്ടാകുന്നത് ആ ഒരു അവസ്ഥയിൽ മാത്രമാണ്. 2 അടി പിന്നോട്ട് വെച്ച് 4 അടി മുന്നോട്ട് പോകാനുള്ള അവസരം. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തോറ്റുപോവോ, അപമാനിതരാവുകയാണോ, നമ്മുടെ എല്ലാം നഷ്ടപ്പെടുകയാണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഈശ്വരനുള്ള വിശ്വാസം ഒരിക്കലും നമ്മൾ തകർക്കരുത്. അതിൽ മുറുക്കെ പിടിച്ച് നിന്നാൽ അവിടെ വെച്ച് വീണ്ടും പുനർശക്തിയോടുകൂടി തിരിച്ചു വരാനും ജീവിതത്തിൻ്റെ ഹൈറ്റ്സിൽ പോകാനും നമുക്ക് സാധിക്കും. ആ ഒരു വിശ്വാസത്തിൻ്റെ ശക്തി, ഈശ്വരൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.